മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ എന്നു നീ വന്നിടു എൻ്റെ മണവാളം നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ എന്നു നീ വന്നിടു എൻ്റെ മണവാളം നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ പൊന്നു മണവാള നന്ദനനാൻ രാജൻ എന്നെയും ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ ചടുതടെ ഉയർന്നിടും നോടി നേരത്തിനുള്ളിൽ തൻ്റെ വിശുദ്ധരല്ല മധ്യാകാശത്തിൽ ചേർന്നിടും മധ്യാകാശത്തിൽ ചേർന്നിടും കകളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടും പ്രിയ രക്ഷകൻ വന്നിടും പ്രിയ രക്ഷകൻ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ കണ്ണുനീരോടോടി കരഞ്ഞു വിലപിക്കും കാന്തയെ ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം കണ്ണുനീരോടോടി കരഞ്ഞു വിലപിക്കും കാന്തയെ ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം ഹല്ലേലൂയാ പാടി ഹല്ലേലൂയാ പാടി ആനന്ദിച്ചിടും പ്രിയൻ മാർവിൽ ഞാനെന്നും പ്രിയന്റെ മാർവിൽ ഞാനെന്നും മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ ഹല്ലേലൂയ. എഫെസ്യർ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 16-ാം വാക്യം വായിക്കുമ്പോൾ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ എന്ത് ചെയ്യണം പറഞ്ഞ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമുക്ക് പള്ളി വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പുറത്തെ മനുഷ്യന് ബലമുണ്ട്, പക്ഷെ പലപ്പോഴും എവിടെ ബലമില്ല
അകത്തെ മനുഷ്യന് ബലമില്ല. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നതും അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നതും, ശാലിനി നിന്റെ അകത്തെ മനുഷ്യൻ ബലമുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്റെ അകത്തെ മനുഷ്യൻ നിനക്ക് ബലമുണ്ടെങ്കിൽ, നിന്റെ അകത്തെ മനുഷ്യൻ നിനക്ക് ബലമുണ്ടെങ്കിൽ നീ വീണു പോകാൻ പറ്റത്തില്ല, നിന്നെ തകർത്ത് തള്ളിയിടാൻ പറ്റത്തില്ല. നിന്റെ അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ പിശാചിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ ലോകം നിന്നെ ഒറ്റപ്പെടുത്തിയാലും ക്രിസ്തുവിന്റെ സാക്ഷ്യമായി നീ അറ്റം വരെ കർത്താവിന്റെ മഹത്വമായി ഓടണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ. ഇന്ന് പുറം മനുഷ്യൻ, അനേകർക്ക് പുറത്തുള്ള മനുഷ്യൻ ബലമുണ്ട്. ആമ എന്തൊക്കെ വന്നാലും പുറത്തൊരു ബലത്തോടെ നിൽക്കും. പക്ഷെ അകത്തെ മനുഷ്യൻ തളർന്നു പോകും. അകത്തെ മനുഷ്യൻ തളർന്നു പോകും. പ്രശ്നം വരുമ്പോൾ തളർന്നു പോകും. പ്രതികൂലം വരുമ്പോൾ തളർന്നു പോകും. പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകും. പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകും. വേദനകൾ വരുമ്പോൾ തളർന്നു പോകും. ഒറ്റപ്പെടൽ വരുമ്പോൾ തളർന്നു പോകും. ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. കാരണം പുറം മനുഷ്യൻ ബലമുണ്ട്, അകത്തെ മനുഷ്യൻ ബലമില്ല. നമ്മൾ തളർന്നു പോകും. കാരണം എന്താ? അകത്തെ മനുഷ്യന് ബലമില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. എന്നാൽ അകത്തെ മനുഷ്യൻ ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ, ആ പ്രതിസന്ധികളുടെ നടുവിൽ, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ ആ ദുഷ്ട പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഒരു ജയജീവിതം നയിക്കുക. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. വ്യത്യസ്തമായ ഭാരത്തോടായിരിക്കും വന്നിരിക്കുന്നത്, വ്യത്യസ്തമായ വേദനയോടെ നിരാശയോടായിരിക്കും വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അകത്തെ മനുഷ്യൻ ബലമുണ്ടെങ്കിൽ, അകത്തെ മനുഷ്യൻ ബലമുണ്ടെങ്കിൽ പുറത്ത് വലിയ പ്രശ്നങ്ങളായിരിക്കാം, പുറത്ത് വലിയ പ്രതികൂലങ്ങളായിരിക്കാം, പുറത്ത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കാം. പക്ഷെ ഞാൻ പറയാം, അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ പുറത്ത് ഒരു സുഖമില്ല. അതിന്റെ നടുവിൽ ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ ദൈവം ശക്തീകരിക്കും, ബലപ്പെടുത്തും. ഇന്ന് ഞാൻ പറയട്ടെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒന്നുകൂടെ വായിച്ചേ. എഫേസ്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണമെന്നാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അകത്തെ മനുഷ്യന് ബലം വേണം. എങ്കിലേ ഇങ്ങ് താഴോട്ടുള്ള ഓരോ കാര്യങ്ങളും, ഓരോ ദൈവകൃപ പ്രാപിച്ച് ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രതികൂലങ്ങളെ, ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഈ വൈരികളെ ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം വേണം. എത്ര പേർക്ക് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ പോകുന്ന പാതകളെല്ലാം ഭയങ്കര പ്രശ്നം നിറഞ്ഞതായിരിക്കാം, പോകുന്ന പാതകളെല്ലാം പ്രതികൂലം നിറഞ്ഞതായിരിക്കാം. പക്ഷെ അകത്തൊരു വിശ്വാസമുണ്ടോ? അകത്തെ മനുഷ്യനൊരു ധൈര്യമുണ്ടോ? ഇല്ല. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായ വ്യക്തി. ഞാൻ എൻ്റെ അപ്പനെ കണ്ടുമുട്ടിയ വ്യക്തിയാണ്. എൻ്റെ അപ്പൻ എന്നെ വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ് ഞാൻ. ഓ സ്തോത്രം. എന്നെ തേടി യേശു വന്നു. ഞാൻ എൻ്റെ യേശുവിനെ തെരഞ്ഞെടുത്തതല്ല, എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാനോ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം ആരൊക്കെ പറയാം, അതെ ഞാൻ എൻ്റെ യേശുപ്പനെ തെരഞ്ഞെടുത്തതല്ല, യേശുപ്പച്ചൻ എന്നെ തെരഞ്ഞെടുത്ത് എൻ്റെ അപ്പൻ്റെതാക്കി മാറ്റിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഓ സ്തോത്രം, ഫലം കായ്ക്കാനും ക്രിസ്തുവിന്റെ സന്തോഷം പൂർണ്ണമാകുവാനും കർത്താവ് എന്നെ ആക്കിയിരിക്കുമ്പോൾ 15-ാം വാക്യം വായിച്ചേ. യേജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് 16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പറഞ്ഞേ, യേശുവിനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, യേശു എന്നെ പറഞ്ഞേ, യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കയാൽ ആത്മാവിൽ ബലം പ്രാപിച്ച് അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ച്, പുറത്ത് ഒരുപക്ഷെ ശക്തി കാണും, പുറത്ത് ഒരുപക്ഷെ ആരോഗ്യം കാണും, പുറത്ത് ഒരുപക്ഷെ ബലം കാണുമായിരിക്കും. പക്ഷെ ഞാൻ പറയാം, അകത്തൊരുത്തൻ്റെ അകത്ത് ബലമുണ്ടെങ്കിൽ പുറത്ത് ബലമില്ലെങ്കിൽ പുറത്തുള്ള ബലം ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം. പക്ഷെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്ദകളും ദുഷികളും ഒറ്റപ്പെടലുകളും ഞരക്കങ്ങളും തീച്ചൂളയുടെ അനുഭവങ്ങളും ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മൾ വീട് പോകുന്നതിന്റെ കാര്യം എന്നറിയുമോ? പുറത്ത് ബലമുണ്ട്, പക്ഷെ അകത്ത് ബലമില്ല. പുറത്ത് ബലമുണ്ട്, അകത്ത് ബലമില്ല. സ്തോത്രം. കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, സ്തോത്രം, കൊരിന്ത്യർക്ക് ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, അകമേ ഉള്ളവ
പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ നാൾക്കും നാൾ 4:16 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേ ഉള്ള അകത്തൊരുത്തനുണ്ട്. ആമേൻ. അകമേ ഉള്ളവൻ. ഇതിനകത്ത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ അകത്തൊരുവനുണ്ട്. അത് ഞാനല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ അകത്തുള്ളത്. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അതിന് പോഷണം വേണോ, അതിന് പ്രാർത്ഥന വേണോ, അതിന് വിശ്വാസം വേണോ, അതിന് ഉറപ്പ് വേണോ, എനിക്കൊരു ധൈര്യം വേണോ, എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം ആരെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ അകത്ത് വേണോ. എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഓ ജീസസ് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിന്റെ അകത്തെ മനുഷ്യനിൽ ബലം ഉണ്ടെങ്കിൽ ശത്രു ദൂരെ നിൽക്കേ ഉള്ളൂ, അവൻ അടുത്ത് വരത്തില്ല. അവൻ പറയും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവൻ്റെ അകത്തെ മനുഷ്യന് ബലമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അയ്യോ അവൻ പ്രാർത്ഥിക്കുന്നു, അയ്യോ അവൻ്റെ അകത്തെ മനുഷ്യൻ ബലമുണ്ട്, അയ്യോ അവൻ്റെ അകത്തെ മനുഷ്യൻ ബലമുണ്ട്. അയ്യോ പുറത്ത് നിൽക്കുമ്പോൾ വെറുതെ നിൽക്കുന്നു, പക്ഷേ അകത്തവന് ബലമുണ്ട്, അവൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം അകത്തെ മനുഷ്യൻ അകത്തൊരു മനുഷ്യനുണ്ട്. അത് ബലപ്പെടട്ടെ. സാത്താന്റെ കോട്ടകളെ തകർക്കാൻ തക്കതായൊരു ശക്തി. ഓ ശകബന റൂഡബന റീബലദര സകൽകനാദര. ഇതിനകത്ത് വേദനയോട്, ഭാരത്തോട്, ദുഃഖത്തോട്, നിരാശയോട്, കണ്ണുനീരോട്, ഞരക്കത്തോട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാപ്പാ. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. പ്രതികൂലം മാത്രമേ ഉള്ളൂ, പ്രശ്നം മാത്രമേ ഉള്ളൂ, പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എങ്ങോട്ട് പോകും, എങ്ങനെ, എന്ത് ചെയ്യും എന്ന് നീ പതറുമ്പോൾ ഞാൻ പറയാ, നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ ഈ പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ ഒടിഞ്ഞു വഴിമാറും. ഓ ജീസസ്. ആ പ്രശ്നങ്ങൾ ഉടയും, പ്രതിസന്ധി ഉടയും, പ്രതികൂലങ്ങൾ ഉടയും, അന്ധകാര ശക്തികൾ തകരും, ദുഷ്ടന്റെ തീയപ്പുകൾ ഒടിഞ്ഞു മാറും. അതിനകത്ത് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പക്ഷെ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അർത്ഥത്തിന് വാക്കിന് അർത്ഥമുണ്ട്. എങ്കിലും എൻ്റെ പുറമേ ഉള്ളതൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും, എൻ്റെ പുറത്ത് എന്ത് പ്രശ്നം വന്നാലും, പക്ഷെ എൻ്റെ അകത്ത് ക്ഷയിക്കാത്ത ഒന്നുണ്ട്, തളരാത്ത ഒന്നുണ്ട്, തകരാത്ത ഒന്ന്. പറ എൻ്റെ അകത്ത് തകരാത്ത. ആർക്കൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞോ, എൻ്റെ അകത്ത് ഓ ഹല്ലേലൂയ. പുറത്ത് പ്രശ്നങ്ങളാണ്, പുറത്ത് പ്രതിസന്ധിയാണ്, പുറത്ത് തീച്ചൂളയാണ്, പുറത്ത് കഷ്ടപ്പാടാണ്, പുറത്ത് കണ്ണുനീരാണ്, പുറത്ത് ഒറ്റപ്പെടലാണ്. ലോകം നോക്കുമ്പോൾ ഇതൊക്കെയാണ് എന്നിൽ കാണുന്നത്. അയ്യോ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊന്നറിയാം, പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും എൻ്റെ അകത്തുള്ളവൻ, ഓ ഇങ്ങനെ ധൈര്യത്തോടെ പറ, അകത്തൊരുവനുണ്ട്. പറ തോപ്പിക്കാൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത, പ്രശ്നത്തിന് ഒതുക്കാൻ പറ്റാത്ത. ഓ ആരുടെ മേലൊക്കെ ദൈവശക്തി ഇറങ്ങുന്നു, ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നു. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു ശക്തി, അകത്തെ മനുഷ്യനെ പുതുക്കുന്ന ഒരു ശക്തി, കോട്ടകളെ ഉടയ്ക്കുന്ന ഒരു ശക്തി, ദുഷ്ടാത്മാ മണ്ഡലങ്ങളെ അടിക്കുന്ന ഒരു ശക്തി, പിശാചിന്റെ വ്യാപാരങ്ങളെ കത്തിക്കുന്ന ഒരു ശക്തി. ഓ തീ ആത്മാവിന്റെ തീ. നീ കഴിഞ്ഞ നാളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതൊക്കെ ഭാഗത്ത് നിന്ന ആളാ, എത്ര കൃപാവരത്തോടെ ജ്വലിച്ചു നിന്ന ആളാ, എത്ര അഭിഷേകത്തോടെ തീ പോലെ നിന്ന ആളാ, ഇന്ന് എവിടെ വീണുപോയി? എന്താ കാര്യം? ഓ അകത്തെ മനുഷ്യൻ ശോഷിച്ചു പോയി, അവിടെ ബലം കുറഞ്ഞു. ഇന്ന് പകൽക്കാലം അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി. അതെ. ശോധന കണ്ട് പേടിച്ചോടാനല്ല, വേദന കണ്ട് പേടിച്ചോടാനല്ല, ഈ വേദനയെ കീഴടക്കാൻ, ഈ പാവത്തെ കീഴടക്കാൻ, ഈ ശത്രുവിനെ കീഴടക്കാൻ, ഈ മല്ലനെ കീഴടക്കാൻ, ജീവിതത്തിനകത്ത് മുന്നോട്ട് വിടുകയില്ലെന്ന് പറയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കീഴടക്കാൻ, അന്യായ ബന്ധനങ്ങളെ, മുഖങ്ങളെ ഓടിക്കാൻ, അവയെ കീഴടക്കാൻ, പിശാചിന്റെ വ്യാപാരങ്ങളെ അഴിക്കാൻ അഗ്നി അഭിഷേകം. അതെ, അഗ്നി അഭിഷേകം. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേകം. ഓ ജീസസ് ഹല്ലേലൂയ. ഓ ശത്രു ചിന്തിച്ചു പുറവും അകോ ഒരുപോലെ ഒതുക്കാന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം, ഓ അതെ, ഒരു ദൈവ വൈദ്യനെ ഒതുക്കാൻ കഴിയത്തില്ല. അവന്റെ അകത്ത് ഒരുവനുണ്ട്. അതെ. ആത്മാവിൽ ബലപ്പെടുക. കോട്ടകളെ ഉടച്ച് വെളിയിൽ വരിക. പുറത്തു നിന്ന് സംസാരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടച്ച് ആത്മാവിന്റെ നിറവോടെ വെളിയിൽ വരിക.
ഓഹോ ഹോ ആമേൻ 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 ആമേൻ. ദൈവത്തിന് മകത്തോ, ദൈവത്തിന് മകത്തോ, ദൈവത്തിന് മകത്തോ, ദൈവത്തിന് മകത്തോ. നിന്റെ വീട്ടിനകത്ത് ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നിന്റെ രക്തബന്ധുക്കളുടെ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നിന്റെ അയൽക്കാരുടെ നടുവിൽ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നിന്റെ ദേശത്ത് നിന്നെ ദൈവം കണ്ടിരിക്കുന്നു. കാവൽക്കാരനായി കാവൽക്കാരിയായി ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ അകത്തെ മനുഷ്യന് ബലപ്പെട്ടില്ലെങ്കിൽ പുറത്ത് ആമേ പുറത്തുണ്ടെങ്കിലും അകം ക്ഷയിക്കും. മനുഷ്യന് നാൾക്ക് നാൾ പുതുക്കം 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 പുതുക്കം. കഴിഞ്ഞ നാളുകൾ എവിടെയൊക്കെയോ ചിറക് കൊഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ നാളുകൾ എവിടെയൊക്കെയോ മന്ദത വന്നു അല്ലേ? കഴിഞ്ഞ നാളുകൾ എവിടെയൊക്കെ അലസത വന്നു അല്ലേ? കഴിഞ്ഞ നാളുകൾ എവിടെയൊക്കെ മടി വന്നു അല്ലേ? കഴിഞ്ഞ നാളുകൾ എവിടെയൊക്കെ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതം പോയില്ലേ? എന്നാൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഓ ഓ ഓ യേശു ക്രിസ്തു ദൂതന്മാർക്കാൾ വലിയവൻ, അപ്പോസ്തലന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, ഹാബേലിനേക്കാൾ വലിയവൻ, ദൈവത്തേക്കാൾ വലിയവൻ, പുരോഹിതനേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഓഹോ നിർദോഷൻ, നിർമ്മലൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, മോശയേക്കാൾ വലിയവൻ, സലോമോനിലും വലിയവൻ, ദൈവത്തേക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. അവൻ ജീവനായകൻ, രക്ഷാനായകൻ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, മാനത്ത് പങ്കുവെച്ച കെട്ടിയവൻ, 7 നിലവിളക്കുന്നത് നടക്കുന്നവൻ, പാപമില്ലാത്തവൻ, പാപിയെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഓ നിർദോഷൻ വന്നിട്ടുണ്ട്, നിർമ്മലൻ വന്നിട്ടുണ്ട്, പാപികളോട് വേർപെട്ടവൻ വന്നിട്ടുണ്ട്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ വന്നിട്ടുണ്ട്, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ വന്നിട്ടുണ്ട്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ വന്നിട്ടുണ്ട്, മോശയേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, നിഷ്കളങ്കൻ വന്നിട്ടുണ്ട്, സ്വർഗത്തേക്കാൾ വലിയവൻ വന്നിട്ടുണ്ട്, ഇന്ന് സ്വർഗത്തേക്കാൾ വലിയവൻ വന്നിട്ടുണ്ട്. അകത്തെ മനുഷ്യൻ ചുരുങ്ങി തളർന്നിരിക്കുകയാണോ? എന്നാൽ ഈ ചുളുക്ക് മാറ്റുവാൻ, ഓ സ്വത്ര ഈ അശുദ്ധി മാറ്റുവാൻ, ഈ കെട്ടുകളെ പൊട്ടിക്കുവാൻ, ഈ ബന്ധനങ്ങളെ അഴിക്കുവാൻ, ഈ പിശാചിന്റെ കോട്ടകളെ അഴിക്കുവാൻ അധികാരമുള്ള ഒരുവൻ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അത് ഉന്നതനത്രേ. അത്യുന്നതങ്ങളിൽ അത്യുന്നതൻ, മേഘങ്ങളെ വാഹനമായി സഞ്ചരിക്കുന്നവൻ. ഓഹോ അതെ അതെ അതെ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നെടുകയും കുറുകയും നടക്കുന്നുണ്ട്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, പാപത്തിന്റെ കോട്ടകളെ ഉടക്കാൻ. ഓ ആലയത്തിനകത്ത് സർവശക്തനും സർവജ്ഞാനിയായിരുന്ന ദൈവം ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില തന്ത്രങ്ങളെ, അവന്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ പൊളിക്കാൻ പൊളിക്കാൻ, നിനക്കെതിരെയുള്ള രേഖകളെ, എഴുതി വച്ചിരിക്കുന്ന പിശാചിന്റെ രേഖകളെ തച്ചുടക്കാൻ പൊൻചെങ്കോൽ നീട്ടാൻ അധികാരമുള്ളവൻ, കൃപയുള്ളവൻ, അടുത്ത് വിളിക്കാൻ കരുണയുള്ളവൻ, പൊൻചെങ്കോൽ നീട്ടാൻ അധികാരമുള്ളവൻ, പൊൻചെങ്കോൽ നീട്ടാൻ അധികാരമുള്ളവൻ, ചിലതിന്റെ ഉറക്കത്തെ കെടുത്താൻ അധികാരമുള്ളവൻ, ചിലതിനെ വായിപ്പിക്കാൻ അധികാരമുള്ളവൻ, ചിലരെ എഴുന്നേൽപ്പിക്കാൻ അധികാരമുള്ളവൻ, പിശാചിന്റെ പണിയെ പൊളിക്കാൻ അധികാരമുള്ളവൻ. ഓ ഗ്ലോറി 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 ഗ്ലോറി, ഹല്ലേലൂയ. ഏകയാഗമായി കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. സ്വോത്ര അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ, അത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന അധ്യായങ്ങളാണ് ഓരോ അധ്യായങ്ങളും. എബ്രായർക്ക് ലേഖനം നമ്മൾ ധ്യാനിക്കും തോറും ഓ സ്തോത്രം, യാഗത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കും, ആത്മാവിൻ്റെ നിറവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിൻ്റെ മഹിമയെ തെളിയിക്കുന്ന അധ്യായങ്ങളാണ് എബ്രായർക്ക് ലേഖനം. അതിനകത്ത് യേശു ഉന്നതനെന്ന് എഴുതിയിരിക്കുന്നു, നിർദോഷനെന്ന് എഴുതിയിരിക്കുന്നു, പാപികളോട് വേർപെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു, നിർമ്മലനെന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏകയാഗമായിട്ട് എന്നേക്കും യാഗമായി എരിഞ്ഞമർന്ന ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് ഏകയാഗത്താൽ സൽഗുണ പൂർത്തി വരുത്തിയ യേശു
സ്വർഗത്തിലേക്ക് പോയ ദൈവം ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവ് പറയും, മക്കളെ എവിടൊക്കെയോ നീ വീണുപോയി, അവിടെ നിന്നെല്ലാം നീ മടങ്ങി വന്നാൽ നിന്നെ ചേർപ്പാൻ ഇരു കരവും നീട്ടി ആലയത്തിനകത്ത് യേശു വന്നിട്ടുണ്ട്. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 19 മുതൽ അങ്ങോട്ട് 22-ാം വാക്യം വരെ വായിക്കുമ്പോൾ, എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കാമോ? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇപ്പൊ എവിടെ നിൽക്കുന്നേ? അകത്തെ മനുഷ്യന്റെ ബലമെല്ലാം പോയി. ഇപ്പൊ എവിടെ നിൽക്കുന്നേ? പറ. ഇപ്പൊ വായിച്ചു നിർത്തിയ വാക്ക് ഒന്നുകൂടെ വായിച്ചേ. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരാൻ. അപ്പൊ എവിടെ നിൽക്കുക ഇവരെവിടെ നിൽക്കുക? എവിടെ നിൽക്കുക? ദൂരെ നിൽക്കുക. ഇവരെവിടെ നിന്നവരാ? അടുത്ത് എവിടെ കിടക്കുന്നു? എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ വായിക്കുമ്പോൾ ഇവരെവിടെ നിന്നവരാന്ന് കിടപ്പുണ്ട്. വായിച്ചേ 6-9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കും. അടുത്ത് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും കണ്ടോ. ഒന്ന്, കഴിഞ്ഞ നാളുകളിലെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അസാധ്യ പ്രവൃത്തിയായിരുന്നു ഇവരുടെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇവരുടെ പ്രവൃത്തി കർത്താവിൻ്റെ ഹിതമുള്ള പ്രവൃത്തികളായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ നിന്ന് അകന്നു പോയി. എവിടെ നിന്ന് പോയി? പ്രവൃത്തിയും അടുത്ത് തന്റെ നാമത്തോട് കാണിച്ച പ്രവൃത്തിയും അടുത്ത് വിശുദ്ധന്മാരോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അവരെങ്ങനെയായിരുന്നു ശുശ്രൂഷിച്ചത്? ദൈവകൃപയോടെ നിന്ന്, ദൈവിക അഭിഷേകത്തോടെ നിന്ന് അവർ പറഞ്ഞ വാക്കുകളെല്ലാം ആ കൃപയോടെ കേൾക്കുമായിരുന്നു. എന്ന് അപ്പൻ്റെ അടുത്ത് നിന്നപ്പോൾ, അപ്പൻ്റെ കൂടെ നിന്നപ്പോൾ എന്താ അവരുടെ പ്രവൃത്തി അത്രമാത്രം കൃപയോടായിരുന്നു. 2, വിശുദ്ധന്മാരെ അവർ ശുശ്രൂഷിച്ചു. അടുത്ത് 3, ശുശ്രൂഷിക്കുന്നതിനാലും അടുത്ത് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവൻ അത്ര സ്നേഹത്തോടെയായിരുന്നു ദൈവനാമത്തിന് വേണ്ടി നിന്നതും ആരാധിച്ചതും കൂട്ടായ്മയിൽ പങ്കെടുത്തതും ആരാധനകളിൽ പങ്കെടുത്തതെല്ലാം എങ്ങനെയായിരുന്നു? അപ്പനോടുള്ള ഇഷ്ടത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഒരു തീ പോലെ. എങ്ങനെ ഒരു തീ പോലെ. ബാക്കി ആരാധന സമയത്ത് ബാക്കി എന്തുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അപ്പനായിരുന്നു മഹത്വം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവർ ദൂരം മാറി. ഈ സഭ എവിടെ മാറി? ദൂരെ മാറി. അന്ന് എവിടെ നിന്നു? ഒന്നും മുടക്കത്തില്ല, ഒന്നും വിട്ടു മാറത്തില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിനിടയ്ക്കും യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഒരു വാഞ്ച ഉണ്ടായിരുന്നു, ഒരു ദാഹമുണ്ടായിരുന്നു. ആരെ നോക്കാത്ത ഒരു കാലഘട്ടം, പറന്ന് നടന്നൊരു കാലഘട്ടം, അപ്പൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഒരു ഊർജ്ജമായിട്ട് നിന്ന കാലഘട്ടം, ജീവനോടെ നിന്ന കാലഘട്ടം, പറന്ന് നിന്ന ഒരു കാലഘട്ടം, മുഖത്ത് നോക്കി ആനന്ദത്തോടെ സംസാരിച്ച ഒരു കാലഘട്ടം, അയ്യോ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാലഘട്ടം, ഒരു പാപം ചെയ്യാതെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഓടി പറന്നു കയറാൻ ആഗ്രഹിച്ച ഒരു കാലഘട്ടം ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അതുപോലെ ഈ സഭയ്ക്കകത്തും ആദ്യം അങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ വായിച്ച വാക്യം 10-11 ഒന്നുകൂടെ വായിച്ചേ. 10-11. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ. അപ്പൊ അന്നത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, അടുത്ത് നിന്നപ്പോഴുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അസാധാരണ പ്രവൃത്തി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തീപ്പൊരി പോലെ ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ ഇരുട്ടുകൾ തകരും. പ്രാർത്ഥനയുടെ നടുവിൽ അടിത്തറകൾ കുലുങ്ങും. പ്രാർത്ഥനയുടെ നടുവിൽ ചങ്ങലകൾ പൊട്ടും. പ്രാർത്ഥനയുടെ നടുവിൽ ബന്ധനങ്ങൾ അഴിയും. പ്രാർത്ഥനയുടെ നടുവിൽ പാപി മാനസാന്തരപ്പെടും. പ്രാർത്ഥനയുടെ നടുവിൽ ജനം പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ നിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ഒരു ശക്തി എൻ്റെ മേലെ ഇറങ്ങിയെന്ന് അല്ലേ. പക്ഷെ ഇന്ന് അത് നടക്കുന്നില്ല. കാരണം എന്താ? ഇന്ന് അടുത്തല്ല, ഇന്ന് എവിടെ നിൽക്കുന്നു? ദൂരെ. അന്ന് എവിടായിരുന്നു? അന്ന് അടുത്തായിരുന്നു. ഭയങ്കര തീയായിരുന്നു. രാത്രിയാകുമ്പോൾ ദൈവം തട്ടി വിളിക്കാൻ എഴുന്നേറ്റ് വരും. അവൻ എത്ര മഹാനം നോക്ക്, ആ കർത്താവ് എത്ര മഹാനം നോക്ക്. അടുത്ത് വന്ന രാത്രികളിൽ അടുത്ത് വരും, പകലുകളിൽ അടുത്ത് വരും. ഇറങ്ങി വന്ന് നിന്ന് സംസാരിക്കും. പകലുകളിൽ സംസാരിക്കും. ഓരോ ഭാഗത്തും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു. അയ്യോ, ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി. എവിടൊക്കെയോ അതിൽ നിന്ന് അകന്നു പോയി. ഈ സഭയോട് പറയുകയാണ്, അന്ന് നീ അടുത്ത് നിന്നു, എന്നാൽ നീ ദൂരെ നിൽക്കുക. അടുത്തു വാ,
ആ പ്രവൃത്തിയിലേക്ക് വാ, ആ ശുശ്രൂഷയിലേക്ക് വാ, ആ വിശ്വാസത്തിലേക്ക് വാ, ആ ആരാധനയിലേക്ക് വാ, ആ വിശുദ്ധിയിലേക്ക് വാ, ആ ബന്ധത്തിലേക്ക് നീ വാ, ആ അടുപ്പത്തിലേക്ക് നീ വാ. ജീസസ്, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാമോ ആ വരി? പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇപ്പോ അന്ന് എങ്ങനെയായിരുന്നു? എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്നു. അപ്പോഴെന്ന് പറഞ്ഞാൽ കർത്താവിന് മറക്കാൻ പറ്റത്തില്ല. ഓ, എൻ്റെ അപ്പന് ആ പ്രവൃത്തിയിലെല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് അകന്നു പോയ ജനത്തെ നോക്കി എൻ്റെ അപ്പൻ അടുത്ത് വിളിക്കുകയാണ്. എബ്രായ വിശ്വാസികളെ അടുത്തു വരുവാൻ കർത്താവ് പറയുകയാണ്, മക്കളെ അടുത്തു വാ, അടുത്തു വന്നാൽ നിനക്ക് ഞാൻ തെളിവ് തരാം. പുറകോട്ട് പോകാൻ കാരണം എന്താ? സ്തോത്രം. വായിച്ചേ. അതെ, അതിപ്പോൾ വായിച്ച വാക്യം തന്നെ ഉണ്ട്. 10-ാം അധ്യായത്തിനകത്ത് 22-ാം വാക്യം വായിച്ചേ. 22-ാം വാക്യം. എന്തുകൊണ്ടാണ് പുറകോട്ട് പോകാൻ കാരണം? വായിച്ചേ. അടുത്ത് നിന്നവർ പുറകോട്ട് പോകാനുള്ള കാരണം. അടുത്ത് ഒന്ന്, അവരുടെ ദുർമനസാക്ഷി. എന്താണ് പുറകോട്ട് പോകാൻ കാരണം? ദുർമനസാക്ഷി. ആദ്യം നല്ല മനസാക്ഷിയോടെ നിന്നവരാ. ഇപ്പൊ എന്ത് വന്നു? അകത്തെ മനുഷ്യന്റെ ബലം പോയി, ശക്തി പോയി, വിശ്വാസം പോയി, പ്രാർത്ഥന പോയി, ആരാധന പോയി, ദൈവത്തോട് അടുത്ത് നിന്ന് ബന്ധം പോയി. ഇപ്പൊ അകന്ന് കിടക്കുകയാണ്. അപ്പോ എന്ത് സംഭവിച്ചു? ദുർമനസാക്ഷി വന്നു. അടുത്ത ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമാണ്. നല്ല ഹൃദയമില്ലാത്തൊരു അനുഭവം. അടുത്ത് ശുദ്ധവെള്ളത്താൽ അത് കഴുകാൻ കർത്താവ് പറയുന്നു. അടുത്ത് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പോണ്ട്. അപ്പോ ഒന്ന് ദുർമനസാക്ഷി. അടുത്ത 2 ഹൃദയം ശുദ്ധമല്ല, ശുദ്ധവെള്ളത്താൽ കഴുകണം, ശുദ്ധവെള്ളമല്ല. 3 വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയവും പോയി. 4 പരമാർത്ഥ ഹൃദയവും പോയി. ഇതെല്ലാം പോയി. സ്തോത്രം. ആദ്യം ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ നിന്നത്, അടുത്ത് നിന്നത്. ഇന്നിതെല്ലാം പോയപ്പോൾ എൻ്റെ അപ്പൻ പറയുകയാണ്, മക്കളെ പോയതിന് കുഴപ്പമില്ല, ഞാനിതാ ഇരുകരവും നീട്ടി നിന്നെ ഒന്ന് വിളിച്ച് ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്നത് നിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ആലയത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, സ്തോത്രം, സ്വർഗത്തെക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, പാവികളോട് വേർപെട്ടവൻ, പ്രവാചകനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, യോശുവേക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ. സ്തോത്രം, ആമേൻ. ആ കർത്താവ് പറയുകയാണ്, മക്കളെ ഇന്ന് നീ ഇരിക്കുന്നിടത്ത് ഞാൻ വന്ന് നിൽക്കുകയാണ്. അതിനു വേണ്ടി ഈ നിന്റെ ജീവിതത്തിനകത്ത് എവിടെ നിന്നെല്ലാമാണോ നീ അകന്നു പോയത്, അവിടെ നിന്നെല്ലാം നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ഞാനിതാ നിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. 3 കാര്യം കൊണ്ട് അവരകന്നെങ്കിൽ ലോകത്തിന്റെ അഴുക്കൊന്നും വാട്ടവും കറയും ചുളുക്കവും ഇവ നമുക്ക് പാടില്ല. ദുർമനസാക്ഷി പോകണം. ഒരു പരമാർത്ഥ സഭാരാധന ഉപേക്ഷയായി വിചാരിച്ചു. ഈ ഹൃദയമൊക്കെ ഇങ്ങനെയാകാൻ കാരണം എന്താ? ദുർമനസാക്ഷി വരാൻ കാരണം എന്താ? ഹൃദയം രക്തത്താൽ കഴുകണം, വെള്ളത്താൽ കഴുകാൻ പറഞ്ഞ് എന്തുകൊണ്ടാണ്? അകലാൻ കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും തീപ്പൊരി പോലെ നിന്നവർ അകന്ന കാരണം ഒന്ന്, സഭ ആരാധന. പണ്ടത്തെ പോലെ ഇപ്പം ആരാധനയ്ക്കൊന്നും ഇപ്പോൾ ഓരോ ആരാധനകൾ നോക്കുമ്പോൾ വല്ലപ്പോഴൊരിക്കേ എത്തി നോക്കുന്നു, അത്രയേ ഉള്ളൂ. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ഒന്ന്, സഭായോഗം പോയി. അടുത്ത് തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. 2 പ്രബോധനം പോയി. ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ കർത്താവിൻ്റെ വചനമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് എൻ്റെ ദൈവം ഇന്ന വചനം തന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വചനത്തിലൂടെ ദൈവം സംസാരിച്ചു എന്നായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനല്ല. കണ്ടാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട്. യേശുവിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും. പ്രബോധനം. 1 സഭാരാധന പോയി. 2 എന്തോന്ന് പോയി? പ്രബോധനം പോയി. അടുത്ത് സ്നേഹത്തിനും. 2, 3 സ്നേഹം പോയി. അടുത്ത് സൽപ്രവൃത്തികൾക്ക്. 4 സൽപ്രവൃത്തി പോയി. അടുത്ത് ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ. അടുത്ത് ഉത്സാഹവും. എല്ലാം പോയണ്ട. എവിടെ നിന്നവരാ? അടുത്ത് നിന്നവരാ. ആരടുത്ത്? ദൈവത്തിൻ്റെ അടുത്ത് നിന്നവരാ. തീപ്പൊരിയായിരുന്നു. അന്ന് ആരാധന എന്നൊക്കെ പറഞ്ഞാൽ നടന്നായിരുന്നാലും, ഭവനാരാധന എന്ന് പറഞ്ഞാലും, വിസിറ്റ് എന്ന് പറഞ്ഞാലും, പള്ളിയിലാരാന്ന് പറഞ്ഞാലും, വണ്ടിയില്ല എന്ന് പറഞ്ഞാലും, ഹർത്താലായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? നടക്കും അല്ലേ? നടന്നു വരും. പക്ഷേ ഇന്ന് നമുക്ക് സഭ നീ എപ്പോൾ അടുത്ത ആഴ്ച പോവാം. ഇതോടൊപ്പം ഇത്രയും ദിവസം ഞായറാഴ്ചയല്ലോ, എന്ത് നീ അടുത്ത ആഴ്ച? സഭ ആരാധന ഇപ്പം ഡിമ്മായി. 2 പ്രബോധനം ഇപ്പം പോയി. ഒന്നുകൂടെ വായിച്ചേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. 1 സഭായോഗം ഉപേക്ഷിച്ചു. അടുത്ത് തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. തമ്മിലുള്ള പ്രബോധനം. വേറെ ഒന്നും നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്.
വേറെ ഒന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം സംസാരിച്ചു. കർത്താവിനെ യേശുവിനെ ഉയർത്തി പറ, എപ്പോഴും പറ. നമുക്ക് പറയാം, കർത്താവേ അങ്ങ് ഉന്നതൻ. ആ കർത്താവിനെ കുറിച്ച് നമുക്ക് പറയാം. കർത്താവ് സങ്കടപ്പെടാതെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പാപം ചെയ്യുമ്പോൾ യേശു സങ്കടപ്പെടും, അത് നമുക്ക് പറയാം. ജീസസ് എല്ലായിടത്തും ക്രിസ്തു യേശുവിൻ്റെ മഹത്വമായി മാറുന്ന കാര്യങ്ങൾ പറയാം. പ്രബോധനം പോയി, സഭാരാധന പോയി, അടുത്ത് സ്നേഹത്തിനും 3 സ്നേഹം പോയി, സൽപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ വഴിയെ പോലും ഇപ്പൊ ദുഷ്പ്രവൃത്തി മാത്രമേ. ഇപ്പൊ സൽപ്രവൃത്തിക്ക് വരെ ഓപ്പോസിറ്റ്. അത് എന്നെ പറഞ്ഞാൽ നിന്നെ വെട്ടുവന്നായി, അപ്പോൾ അതാണ് ദുഷ്പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. അന്ന് ക്ഷമിച്ചുകൊണ്ടിരുന്ന ആ പോട്ടെ, എനിക്ക് കുഴപ്പമില്ലെന്ന്. ഇപ്പം അങ്ങനെയല്ല. നീ എന്നെ ഒന്ന് പറഞ്ഞാൽ 24 ഞാൻ പറഞ്ഞിട്ട് ഉണ്ടോ എന്ന് ഇവിടെ ചോദിച്ചിട്ട് ഞാൻ പോകുന്നായി. കണ്ടോ, ഇപ്പം സൽപ്രവൃത്തിയല്ല, പിന്നെ എന്തോന്നായി, എൻ്റെ ഓപ്പോസിറ്റ് ആയി. സൽപ്രവൃത്തി പോയി, അടുത്ത് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ. ഇപ്പം എങ്ങനെ പോയി? ഉത്സാഹവുമില്ല. ഉത്സാഹം വർദ്ധിപ്പിക്കാൻ, അടുത്ത് അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. കണ്ടോ, ഇത്രയും പോയപ്പം ആളെവിടെ പോയി? അകന്ന് കിഴക്കേ കോട്ട പോയി നിൽക്കുകയാണ്. കർത്താവ് അവരെല്ലാം കൈ നീട്ടി വിളിക്കുകയാണ്, വാ മക്കളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. എൻ്റെ രക്തം കൊണ്ട് നിന്നെ ഞാൻ അടുത്ത് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. നീ വാ. 3 കാര്യം. ഒന്ന് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി. വാ മക്കളെ, എന്നെ കീറിക്കണ്ടോ? സ്വത്രം. എൻ്റെ ദേഹമെന്ന തിരശ്ശീല ആർക്ക് വേണ്ടിയാ? ദൂരെ നിൽക്കുന്ന നിനക്ക് വേണ്ടി കീറി, നീ എൻ്റെ അടുത്ത് വാ. 2, എൻ്റെ രക്തം കൊണ്ട് നീ അകന്നുപോയി നിന്റെ പാപത്തെ ക്ഷമിച്ച് നിന്നെ ഞാൻ ശുദ്ധീകരിച്ച് എൻ്റെ അടുത്ത് നിർത്താം, അടുത്തു വാ. 3, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു, ഓടി വാ, നിന്നെ ഞാൻ രക്ഷിക്കാം. 3 കാര്യങ്ങൾ കാണിച്ച് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കകത്ത് യേശു ഓരോരുത്തരെ വിളിക്കുക. എവിടൊക്കെ വീണുപോയെങ്കിൽ, എവിടൊക്കെ അകന്നു പോയെങ്കിൽ, എവിടൊക്കെ മാറിപ്പോയവരെ എബ്രായ ലേഖനത്തിനകത്ത് എബ്രായ സഭയോട് പറയുകയാണ്, അയ്യോ സഭയെ, നീ അടുത്ത് നിന്ന് സഭയാണ്. ഇന്ന് ഒരുപാട് നീ അകന്നു പോയി. എന്നാൽ നീ ചെയ്ത സൽപ്രവൃത്തി, നീ ചെയ്ത കൂട്ടായ്മ ബന്ധം, നീ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചത്, അവരെ കാണുമ്പോൾ തന്നെ നിനക്ക് അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഇടപെടലുകൾ, അവരോടുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ, ഇന്ന് നീ അവരെ കാണുന്ന വിധം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നിന്റെ പ്രവർത്തികളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നിന്റെ ആരാധന ആദ്യ സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാം പോയില്ലേ? അപ്പോൾ നീ സ്വത്രം അകന്നു പോയി. അകലാൻ കാരണം വേറെ ഒന്നുമല്ല, നിന്റെ ആരാധനകളെല്ലാം വെറുതെ നീ ഉപേക്ഷയായി വിചാരിച്ചു. നിനക്ക് സഭായോഗം മാത്രമല്ല, എത്ര ആരാധന കിട്ടിയാലും കഴിഞ്ഞ നാളുകൾ നീ അങ്ങനെയല്ല, ജീവനെ കളഞ്ഞ് ഓടിയെത്തുമായിരുന്നു. അതാണ് നിന്റെ ആദ്യ സ്നേഹം. ജീവനെ കളഞ്ഞ് നീ ഓടിയെത്തും. അയ്യോ, ആരാധന മുടങ്ങിപ്പോയാൽ നിനക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ആരാധന എത്ര മുടങ്ങിയാലും ഒരു കുഴപ്പമില്ല. കാരണം അകന്ന് കിടക്കുന്നവൻ്റെ മനസ്സ് മുരടിച്ച് കിടക്കുകയാണ്. അകന്ന് കിടക്കുന്നവൻ്റെ മനസ്സ് മുരടിച്ച് കിടക്കുകയാണ്. അവൻ പറയും, ഇല്ല, എനിക്കൊന്നും തോന്നുന്നില്ല, ഇന്നിവിടെ കിടന്ന് ഉറങ്ങി എണീക്കാം. പക്ഷേ ഹല്ലേലൂയ, ജീവനുള്ളവൻ പറയില്ല, ഞാൻ കഴിഞ്ഞ നാളുകൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിന്തിച്ചോളണം, അപ്പുറത്ത് മറ്റവൻ്റെ ബലമുണ്ട്. നിങ്ങൾ ഇന്ന് കുറിച്ച് വെച്ചോ, നിങ്ങൾ കഴിഞ്ഞ നാളുകൾ കർത്താവിൻ്റെ നാമത്തിന് എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം നിങ്ങൾ അകന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ ചിന്തിച്ചോ, മുൻപിൽ അവൻ ഒരു കെണി ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അകലാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിറഞ്ഞ് 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 ആ ക്രിസ്തു യേശുവിൻ്റെ പൂർണ്ണതയിലേക്കേ പോകാൻ പറ്റും. അർത്ഥം സത്യമാണ് ഞാൻ വിളിച്ച് പറയുന്നത്. പൂർണ്ണതയിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ പൂർണ്ണതയിലേക്ക് പോകാൻ വിടാതെ 5-6 ദിവസം നല്ല പെട്രോളിൻ്റെ നല്ല ഇതിലും നല്ല ഫോഴ്സായിട്ട് ഓടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളിലുള്ള അഹങ്കാരം പൊങ്ങി വരും. ഈ അഹങ്കാരം പിശാചിടും. ഞാൻ പോയില്ലെങ്കിൽ എന്താ കുഴപ്പം, എനിക്ക് തോന്നണമെങ്കിൽ പോകും, എനിക്ക് തോന്നുന്നിടത്ത് പോകും, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും, എനിക്ക് ഇഷ്ടമില്ല, ഇതൊക്കെ വരും. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പുറത്ത് ദൈവം ചില കാര്യങ്ങൾ കണ്ടിട്ടും ഉണ്ട്, ഇപ്പുറത്ത് ചിലതെല്ലാം ഒരു ട്രാപ്പ് ആരൊരുക്കിയിട്ടുണ്ട്, ദുഷ്ടൻ ഒരുക്കിയിട്ടും ഉണ്ട്. നമ്മൾ എത്ര കണ്ണ് തുറന്ന് കർത്താവ് വെളിപ്പെടുത്തിയാൽ ഇത് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പറഞ്ഞു, ദാവീദ് ഒരു സ്ഥലത്ത് ഒതുങ്ങിയപ്പോൾ അവൻ്റെ മുൻപിൽ ഒരു വലിയൊരു വല പിശാച് ഒരുക്കി വെച്ചത് അവൻ അറിഞ്ഞില്ല. അവൻ ഒതുങ്ങി, അവൻ വീട് കഴിഞ്ഞു, പിന്നെ വല്ല രക്ഷയുണ്ടോ? ഇല്ല, എല്ലാം പോയി. കണ്ടോ? അതുപോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ പോകാതിരുന്നു. ആദ്യമേ ഞാനിങ്ങനെയാണ്, പള്ളി വരും, ആരാധിക്കും, വീട്ടിൽ പോകും, പ്രാർത്ഥിക്കും, വചനം വായിക്കും, ധ്യാനിക്കും, അങ്ങനെയൊക്കെയാണ് പോയത്. പക്ഷേ ഓക്കെ, അതുപോലെയാണ് ഞാൻ ഇപ്പോഴും കർത്താവ് നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ നാളുകൾ ഇങ്ങനെ ഈ ഇന്ന സ്ഥാനങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വമായിട്ട് നിന്ന ആളാണ്. പക്ഷേ എനിക്ക് ഇന്ന് നിൽക്കാം. 1, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചു. 2, ഒന്നുകൂടെ വായിച്ചേ.
ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ. എന്ത് വരണം? ഉത്സാഹം പറഞ്ഞു. ഇപ്പൊ ഉത്സാഹം എല്ലാം പോയി. ഇപ്പൊ ഉത്സാഹം പോയി, മടിപ്പേ ഉള്ളൂ. അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് കാരണം. ഇത്രയും കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. ദൈവത്തിൽ നിന്ന് അകറ്റിവിടാൻ വലിയ ട്രാപ്പുകൾ വന്നു എന്ന്. ഇത്രയും വന്നപ്പോൾ മുകളിൽ എന്തൊക്കെ വന്നു? 21 വാക്യം, 22 വാക്യം. സ്വത്ര ദുർമനസാക്ഷി വന്നു. പിന്നെ എന്ത് വന്നു? ഹൃദയങ്ങൾ തളിക്കപ്പെടേണ്ട ആവശ്യം വന്നു. അടുത്ത് കഴുകപ്പെടേണ്ട ആവശ്യം വന്നു. പിന്നെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പോയി. പരമാർത്ഥ ഹൃദയം നഷ്ടപ്പെട്ടു. ഇത്രയും നഷ്ടപ്പെടാൻ കാരണം ഈ താഴെ കിടക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. അർത്ഥം ഞാൻ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. അകന്നു പോകുമ്പോൾ ഉടനെ ചിന്തിച്ചുകൊള്ളണം, എന്തൊക്കെയോ മറ്റവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതാണ് എനിക്ക് വരുന്ന കുഴപ്പം. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന വചനത്തിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. ഒറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം സ്തോത്രം നിഗളിക്കാതിരിക്കാൻ പല കാര്യങ്ങളും നെബൂഖദ്നേസറിനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഒരു ദിവസം പുള്ളി സ്തോത്രം നിഗളിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവം അവിടെ നിന്ന് എവിടെയാക്കി? മൃഗങ്ങളുടെ കൂടെ ആക്കി. ഒറ്റ ചിന്ത, ഇതെല്ലാം എൻ്റെ തല്ലയോ, ഇതെല്ലാം ഉണ്ടോ? ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പം ഇതുപോലെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ 100 മടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. കരുണയാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ ദൈവകൃപയാ, നിർത്തിയിടും ദയയാ നിത്യദയയാ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് സ്തോത്രം. അതിനകത്ത് ഒരു നിമിഷം കൊണ്ട് ആളാരെ മാറി? സിംഹാസനത്തിൽ രാജാവ് കാട്ടിനകത്ത് കിടന്ന മൃഗങ്ങളോടുകൂടെ. നമ്മളൊക്കെ ചിലപ്പം പൊങ്ങച്ചം കാണിക്കുന്ന ഞാൻ ആരെന്നറിയാമോ? ഞാൻ ഈ പേരുള്ള ആളാ. എൻ്റെ പേര് ചുക്കുമില്ല. നീ നമ്മളൊക്കെ പറഞ്ഞ് പൊങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ആരും ഇല്ല എന്നുള്ള മട്ടിൽ വായിച്ചേ. ടക്കനെ വായിച്ചേ. 27-ാം വാക്യം മുതൽ വായിച്ചേ. 4-ാം അധ്യായം. ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർ കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു. 29 മുതൽ അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ 29 12-ാം മാസം കഴിഞ്ഞവൻ ബാബേല 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ദൈവം ആദ്യമേ അവന് വെളിപ്പെടുത്തി കൊടുത്തു. നീ നിഗളിക്കും, നിനക്ക് വെട്ട് വീഴാൻ പോകുന്നു, നീ കാട്ടിൽ പോകാൻ. അവിടെ നീ അഹങ്കരിക്കല്ലേ. എനിക്ക് കൊട്ടാരമുണ്ട്, എനിക്ക് 50 ഏക്കറുണ്ട്, ഞാൻ കൈ വിരൽ നൊടിച്ചാൽ പലതൊക്കെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. സ്വത്രം നമ്മൾ അഹങ്കാരം ഇത് പോയാൽ പോയി, ഇത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം വയറിന് അസ്വസ്ഥത വന്ന, ഒറ്റ പ്രാവശ്യം ഛർദ്ദിച്ച. വയറിന് അസ്വസ്ഥത 2 പ്രാവശ്യം വല്ല വിധേയം പിടിച്ചിരിക്കാം. ഛർദിൽ ഒറ്റ പ്രാവശ്യം വന്ന ആളെപ്പം അട്ടയെക്കാളും ചുണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ നമ്മളെ വെടിക്കുറ്റി പോലത്തെ വാക്ക് പറയുന്ന ആളുടെ ശക്തി. സ്വത്രം ഇത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഛർദിൽ കോന്ന് വരണ്ട, അതിനു മുമ്പ് ഞാൻ വീണ് കഴിയും. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്ന ആളാണ്. പിന്നെ അടുത്തെന്നെ എടുത്തേ തീരൂ. ടക്കനെ വീണു പോയി പെട്ടെന്ന് നമ്മുടെ ആശുപത്രി കൊണ്ടുപോകുന്നു പറയും. ട്രിപ്പിട്ട് അടുത്ത് തിരിച്ചു കൊണ്ടുവരും. എനിക്കറിയാം. ഒറ്റ പ്രാവശ്യം ഛർദ്ദിച്ചാൽ അടുത്ത് നോക്കിയാൽ മതി, ആ ആശുപത്രിക്കകത്ത് ട്രിപ്പിനകത്ത് കിടക്കും. അത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി എത്ര അങ്ങ് മണ്ടയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞാലും ഒരു ചുക്കുമില്ല. ഇവിടെ ഇതാ വായിച്ചേ. ദൈവം വെളിപ്പെടുത്തി, മോനെ നീ അഹങ്കരിക്കല്, നിന്റെ അഹങ്കാരം നീ വീഴും, നീ എന്തോ ആണെന്നുള്ള ആ ഒരു ചിന്ത നിന്നെ തകർത്ത് കളയും, നിന്നെ നശിപ്പിക്കും. നീ മര്യാദയ്ക്ക് ദൈവഭാഗത്ത് വീണോളണമെന്ന് ആലോചന തൊട്ട് മുമ്പ് നിങ്ങൾ വീട്ടിൽ പോയി 4 അധ്യായം മുഴുവൻ വായിച്ചാൽ മതി. കൊടുത്തു, എന്നിട്ട് കേട്ടില്ല. അടുത്ത വരി. 12 മാസം കഴിഞ്ഞിട്ട് ഒരു വർഷമായി പറഞ്ഞിട്ട് 1 വർഷമായപ്പോൾ അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടെ താൻ ഉണ്ടാക്കിയെല്ലാം ഞാൻ ഇത് ഞാൻ ഉണ്ടാക്കി എന്താ തല ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ? ഇത് എൻ്റെ ചിന്തയിൽ വന്നതാ, എൻ്റെ കയ്യിൽ വന്ന എഴുത്തായത്, ഒരു കുന്തവുമില്ല. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ തലയെന്ന് പറഞ്ഞ അപാര തലയാ. എല്ലാ ആൾക്കാരും എന്നെ പ്രശംസിക്കുക. നിന്റെ തല വെളിയിൽ കാണിക്കൽ പോക്കെന്ന് പറയുകയാണെന്നല്ലേ കയ്യിൽ പറയുന്നത്. ഒരു ചുക്കും ഇല്ല. അടുത്ത വരി വായിച്ചേ. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ ഒരു ദിവസം ഇയാളിങ്ങനെ പതിവില്ലാതെ നിന്ന് ഇങ്ങനെ ഗുലാബി അങ്ങ് അയാൾ ഉണ്ടാക്കിയതും മോഡൽ ചെയ്തതും അയാൾ പണിയെടുപ്പിച്ചതും ഭംഗി കൂട്ടിയതെല്ലാം ഇങ്ങനെ നോക്കി കണ്ണിൽ നല്ല ഒരുത്തനുണ്ടായി ഈ ഏരിയയിൽ ഇതുപോലത്തെ ഒരു വീട്, ഒരുത്തനുണ്ടായി ഇതുപോലത്തെ ഒരു കൊട്ടാരം കാണിച്ചിട്ട്. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലക്കകത്തുണ്ടാ, കേരളത്തിലുണ്ടാ, ഇന്ത്യയിലുണ്ടാ? കാണിച്ചാടാ. ഉണ്ടോ വെല്ലുവിളിച്ചത്? അടുത്ത ഒരു വായന. എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. 1 മിനിറ്റ് പോലും എടുത്തില്ല, അര മിനിറ്റ് പോലും എടുത്തില്ല. അടുത്ത വരി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു തീർന്നില്ല. വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്നാൽ, എവിടെന്ന് നിന്റെ വാക്കകത്ത് തീരും മുമ്പേ ഒരു ശബ്ദം വരേണ്ടടുത്തുനിന്ന് വരും. അതുകൊണ്ട് നമ്മളാരും എന്ത് ചെയ്യില്ലേ? അഹങ്കാരവും നെകളവും പൊങ്ങച്ചവും ചാട്ടക്കളിയൊന്നും ദൈവം എത്രത്തോളം അനുഗ്രഹിക്കും തോറും അത്രത്തോളം വീണ് താഴെ കടന്നു. ആമേൻ. അടുത്ത ഒരു വായിച്ചേ. ഉണ്ടായതെന്നാൽ നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഒന്ന്, നീ നിഗളിച്ചതുകൊണ്ട് ഇത്രേ പറഞ്ഞോളൂ. മുകളിലുള്ളത് എന്റെതല്ലയോ, ഞാനല്ലയോ, എൻ്റെ തല വല്ലാത്ത തലയാ. രാജത്വം ഒന്നാമത് പോയി. അടുത്ത് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. 2, മനുഷ്യന്മാരെ കൂടെ നീ താമസിക്കണ്ടടാ, പൊയ്ക്കോ. 1, രാജത്വം ഒറ്റ നികളം. 2, മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റി, താമസം മാറ്റി. അടുത്ത് നിന്റെ പാർപ്പ്. 3, പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. പള്ളിമത്തക്കകത്ത് കിടന്ന ഇപ്പൊ എവിടെ കിടക്കുന്നു? മൃഗങ്ങളുടെ കൂടെയാണ് താമസം. ഇയാൾ ഒരു മൃഗം പോലെ സെക്കൻഡുകൾ കൊണ്ട് ആയി. അടുത്ത് നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. 4, ഇങ്ങനെയൊക്കെ ഇറച്ചി കടിച്ച് എൻ്റെ ഒരു പൈസ ഉണ്ട്, എന്ത് വേണോ? അടുത്തൊരു ഷാർജ വരട്ടെ, അതും കുടിച്ചു. അടുത്ത് ഇപ്പുറത്തൊരു ജ്യൂസ് വരട്ടെ, അതും കുടിച്ചു, എല്ലാം കുടിച്ചു. ഇല്ല, ഇനി ഇത് വേണം, അത് വേണം. ഹോട്ടലിനകത്തുള്ള പിന്നെ കൂടുതലിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും പിന്നെ ഇതിലോട്ടൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങോട്ട് അത് കഴിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതിൻ്റെ പേര് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഉള്ളത് പറയാമല്ലോ, അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷെ ഇപ്പം എന്തോന്ന് തിന്നുക? രാജാവ് ഇപ്പം എന്തോന്നാ തിന്നുന്നത്? അടുത്ത് അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവനെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. 7 കാലം കഴിയൂടാ, നീ അവിടെ കിടന്നോ. അടുത്ത് ഉടനെ ആ വാക്ക് നെബൂഖദ്നേസരിനെ നിവൃത്തിയായി. ദൈവം പറഞ്ഞ ഉടനെ സ്പോട്ടിൽ അവൻ മൃഗത്തെ പോലെ ആയി. 2 കൈയും കൂടെ കാല് പോലെ ഊന്നി. തൊട്ടു മുമ്പെന്നു പറഞ്ഞേ, എൻ്റെ തലയെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ സമ്പത്തെ, എൻ്റെ കഴിവേ, അത് അപാരം തന്നെ. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആളിപ്പോൾ ആരായി? മൃഗമായി. 2 കൈയും കൂടെ അങ്ങ് ഊന്നി, കാലിൻ്റെ കൂടെ ഊന്നി. ഇപ്പം കിടപ്പ് എവിടെയായി? പള്ളിമത്തിൽ നിന്നപ്പോൾ എവിടെയായി? അടുത്ത് നോക്കിയ അടുത്ത വാക്ക്. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത് അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെ. നോക്കിയേ, രോമം എല്ലാം കഴുകന്റെ തൂവൽ പോലെ ആയി. അടുത്ത് നഖം നോക്കിയേ, പക്ഷിയുടെ നഖം പോലെയും. ശരീരത്തിൽ രോമമില്ല, എന്ത് ചെയ്തു? പറ. ചെറിയ രോമം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നീളം വേണം എന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. ഇപ്പൊ ആ നീളമല്ല, താഴേറ്റം വരെ സെക്കൻഡും ഉണ്ട്. അടുത്ത് നീളം കൂടി. അടുത്ത് നഖം ഒരു പരിധി ഉണ്ടല്ലേ. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടൊക്കെ നടക്കും. ഒരു എന്ത് പറയാം അതിനെപ്പറ്റി
വായിച്ചില്ലേ? ആ, അടുത്ത്. പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും. ആരെ പോലെ തിന്നു? രാജാവ് ഇപ്പൊ ആരായി? കാള. എന്ത് തിന്നു? ഇറച്ചിയാണോ? പിന്നെ പുല്ല്. അടുത്ത്. അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് നനയുകയും ചെയ്യും. കിടന്നോ? ഇപ്പൊ എവിടെ കിടക്കുന്നു? അടുത്ത്. ആ കാലം കഴിഞ്ഞിട്ട് മതി മതി മതി. കണ്ടോ, നികള ഒരു സെക്കൻഡ് കൊണ്ട് ഇവനെ എത്തിച്ച സ്ഥലം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാ, ദൈവത്തിന് സ്വത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടോളണം. എവിടെയെല്ലാം നമ്മൾ അകത്തെ മനുഷ്യൻ ചുരുങ്ങിപ്പോയോ അവിടെ നിന്നെല്ലാം മടങ്ങി വരണം. അകത്തെ മനുഷ്യൻ പുഷ്ടിയുള്ളവനെ കണ്ടാ തിരിച്ചറിയാ. അകത്തെ മനുഷ്യൻ പുഷ്ടിയുള്ളവൻ പ്രശ്നങ്ങൾ കാണുമ്പോൾ പേടിക്കത്തില്ല, പ്രതികൂലങ്ങൾ കാണുമ്പോൾ പേടിക്കത്തില്ല, പ്രതിസന്ധി കാണുമ്പോൾ പേടിക്കത്തില്ല. പ്രശ്നങ്ങളുടെ നടുവിൽ അകത്തെ മനുഷ്യൻ ബലമുള്ളവൻ പേടിക്കത്തില്ല. അകത്തെ മനുഷ്യൻ പുഷ്ടിയുള്ളവൻ തീയുടെ ബലത്തെ ക്ഷയിപ്പിക്കാൻ തക്കതായ ശക്തി പ്രാപിച്ച് ശത്രുക്ക് മേശക്കോ അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചുളയിൽ ദാനിയേൽ 3:17, 18, 19 വാക്യത്തിൽ ഇടുമ്പോൾ ആമേൻ, അകത്തെ മനുഷ്യൻ ബലമുള്ളവൻ ഒരു ശക്തി പ്രാപിച്ച് പ്രാപിച്ചാണ് ആ തീക്കകത്ത് പോയത്. ആ തീയുടെ ബലത്തെ കെടുത്താൻ, ആ ചൂടിനെ കെടുത്താനുള്ള ഒരു ശക്തി പ്രാപിച്ച് അകത്തെ മനുഷ്യൻ ബലമുള്ളവൻ അവിടെ ചെന്ന് വീണു. 2 സ്തോത്രം, ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ബലമുള്ളവൻ സിംഹത്തിന്റെ വായ അടയ്ക്കാൻ ഒരു അഭിഷേകത്തിന്റെ പുതപ്പും വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് അവ സിംഹത്തിന്റെ കൂട്ടിനകത്ത് വീഴുമ്പോൾ സിംഹത്തിന്റെ വായ അമ്പെ പരാജയപ്പെട്ടു. അവന് തൊടാൻ പറ്റിയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ ആ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. വിശ്വാസത്താൽ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടവനെ കണ്ടാൽ അറിയാം, അകത്തെ മനുഷ്യൻ ശക്തിയുള്ളവനെ കണ്ടാൽ അറിയാം. 33:11-33 വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. ചില രാജ്യങ്ങളെ അടക്കണമെങ്കിൽ ഒരു പട കുതിരയെ പോലെ അകത്തെ മനുഷ്യന്റെ ഒരു വിശ്വാസം വേണം. ഇല്ല, കാഴ്ചയല്ല, വിശ്വാസ തലത്തിൽ ഞാൻ ജീവിക്കുന്നത്. ഒരന്ധകാര ശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലന്മാർ രാജ്യങ്ങളെ കീഴടക്കിയത് എങ്ങനെയാ? വിശ്വാസത്തോടെ പട്ടണങ്ങളെ ചവിട്ടി ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അത് കീഴടങ്ങി. അടുത്ത് വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ് വിശ്വാസത്താൽ അകത്തെ മനുഷ്യൻ ബലമുള്ളവൻ വിശ്വാസത്താൽ വായ അടച്ചു. 3 അടുത്ത് വീണ്ടും തീയുടെ ബലം കെടുത്തി. എങ്ങനെ തീയുടെ ബലം? വിശ്വാസത്താൽ. പ്രാർത്ഥന മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്നവൻ അകത്തെ മനുഷ്യന് ബലമുള്ളവൻ, കൃപാവരങ്ങളാൽ നിറഞ്ഞവൻ, പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നവൻ ചില ശത്രുവിന്റെ ശക്തികളെ ക്ഷയിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വീണ്ടും വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിക്കുന്നു, വാളിന്റെ വായ്ക്ക് തെറ്റി. വാൾ വന്നു, പക്ഷെ തോടാൻ പറ്റിയില്ല. അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. വാളിന്റെ വായിൽ തെറ്റി. അടുത്ത് ബലഹീനതകൾ ശക്തി പ്രാപിച്ചു. എങ്ങനെ തീർത്തെന്ന് പറഞ്ഞപ്പോൾ അകത്തെ മനുഷ്യൻ കൃപയുള്ളവൻ എങ്ങനെ വന്നു? ആരെല്ലാം ബലഹീനതയുടെ വാക്കുകൾ പറഞ്ഞാലും, നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ദൂഷിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ശക്തിക്ക് അകത്തെ മനുഷ്യൻ ബലമുള്ളവന്റെ പ്രത്യേകത ഉണ്ടോ? ആരംഭം തുടങ്ങിയത് എന്താ? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അകത്തെ മനുഷ്യൻ ശക്തി ഉള്ളവനെ കണ്ടാൽ അറിയാം. അവന്റെ മുമ്പിൽ വരുന്ന തീച്ചൂള പോലെ പ്രശ്നങ്ങളെ അവൻ ആത്മാവിൽ നിറഞ്ഞ് അതിനെ അമ്പേ പരാജയപ്പെടുത്തും. ഇന്ന് പകൽക്കാലം എബ്രായ സഭയോട് പറഞ്ഞതുപോലെ നമ്മളിൽ ആരെങ്കിലും അകന്നെങ്കിൽ 3 കാരണമാണ് അകന്നപ്പോ വന്നത്. സ്തോത്രം. അകലാനുള്ള കാരണവും നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഹല്ലേലൂയ. ആമേൻ. അകലാനുള്ള കാരണങ്ങൾ ചിന്തിച്ചു, അടുക്കാനുള്ള കാരണങ്ങൾ ചിന്തിച്ചു. കർത്താവ് 3 കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത് വിളിച്ചു. 1, മോനെ, ഹല്ലേലൂയ, നിന്റെ ദുർമനസാക്ഷി നീങ്ങണമെങ്കിൽ, നിന്റെ ഹൃദയം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെടണമെങ്കിൽ, സ്തോത്രം, നിന്റെ ഹൃദയം വിശുദ്ധ പൈതലായി നീ മാറണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാനിതാ ക്രൂശിൽ മരിച്ചു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി. 2, എൻ്റെ രക്തം കൊണ്ട് നിന്റെ പാപത്തെ കഴുകാൻ ഓടിവാ, ഞാൻ ശുദ്ധീകരിക്കാം. 3, ഞാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ദൈവം ഞാനിതാ വന്നിരിക്കുന്നു, നീ ഓടിവാ. വീണ്ടും എന്തുകൊണ്ടാണ് ഇവർ അകലാൻ കാരണം? സഭാരാധന എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഇവരെ സ്വത്ര പ്രബോധനം തള്ളിക്കളഞ്ഞു, സ്നേഹം കുറഞ്ഞു, സൽപ്രവർത്തി കുറഞ്ഞു, ദൈവമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കുറഞ്ഞപ്പോൾ ഇവർ വീഴുവാനിടയായി തീർന്നു. എന്നാൽ വീണവരോട് ദൈവം വീണ്ടും പറയുന്നു, മോനെ, നീ മടങ്ങി വാ. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ, ആത്മാവിൽ ജ്വലിച്ച് നമുക്ക് പുറത്തു വരാം. കേട്ട വചനം ഹൃദയത്തിൽ ധ്യാനിച്ച്